ധന്യ മാല വിൽപ്പനക്കാരിയായിട്ടുള്ള മൊണാലിസ ബോൺസ്ലെ എവിടെയാണെന്നുള്ളൊരു ചർച്ച വളരെ സജീവമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വളരെ നിർണായകമായിട്ടുള്ള ഒരു സംഭവം കേൾക്കുന്നുണ്ട്. അതിന് എത്രമാത്രം സത്യാവസ്ഥ ഉണ്ട് എന്നറിയില്ല. ഈ മാല വിൽപ്പനക്കാരി 10 കോടി രൂപ ഈ കുംഭമേളയിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. എന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ? ഗൗതം അത്രയല്ലേ കേട്ടുള്ളൂ. ഞാൻ കേട്ടത് ഇന്ത്യയെ തകർക്കാൻ മൊണാലിസ വാങ്ങിയത് 10 കോടി രൂപ എന്നാണ്. ഈ 10 കോടി രൂപ വാങ്ങിയിട്ടാണ് ഈ ഗോതമ്പ് കതിരിന്റെ നിറമുള്ള ചാരക്കണ്ണുകളുള്ള ഈ സുന്ദരി പ്രയാഗ്രാജിലെ കുംഭമേളയ്ക്ക് എത്തിയത്. അവിടെ വച്ച് അവൾ വ്ളോഗർമാരുടെ കണ്ണിൽ പെടുന്നു. പിന്നീട് അത് വലിയ വൈറലാകുന്നു. പാകിസ്ഥാനിൽ നിന്ന് വന്ന ചാരസുന്ദരിയാണ്, ഇന്ത്യയെ തകർക്കാൻ വന്ന ചാരത്തിയാണ് മൊണാലിസ. അല്ലെങ്കിൽ പിന്നെ ഇത്തരം ഈ ഒരു വലിയ ആളുകൾ പങ്കെടുക്കുന്ന 3.5 കോടി ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു മേളയിൽ ഇവൾ മാത്രം എങ്ങനെ ശ്രദ്ധ ആകർഷിച്ചു, അങ്ങനെ തുടങ്ങിയ നിരവധി കമന്റുകളാണ് വന്നത്. പിന്നീട് ഇൻഡോറിൽ നിന്ന് വന്ന ഒരു പാവം ചെറു കച്ചവടക്കാരിയായ ഒരു പെൺകുട്ടി ജീവിക്കാനായി, നാടോടി വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്, ജീവിക്കാനായാണ് അവൾ ഈ മാല വിൽപ്പനയുമായി രംഗത്തിറങ്ങിയത് എന്നുള്ളതാണ്. എന്തായാലും പിന്നീട് അവളുടെ സഹായത്തിനായി മൊണാലിസയുടെ അനിയനെത്തി. അനിയനെ ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. അനിയനെ ആക്രമിച്ചുകൊണ്ട് മൊണാലിസയെ തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമങ്ങൾ നടന്നു. അപ്പോൾ പിന്നീട് ഒരു തരത്തിലും ആ പെൺകുട്ടിക്ക് പ്രയാഗ്രാജിലെ കുംഭമേളയിൽ മാലകൾ വിറ്റ് ജീവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ അതിൻ്റെ അച്ഛൻ അതിനെ തിരിച്ച് നാട്ടിലേക്ക്, ഇൻഡോറിലേക്ക് വിളിച്ചു എന്നുള്ള വാർത്തയാണ് പിന്നീട് നമ്മൾ കേൾക്കുന്നത്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് മൊണാലിസ 10 കോടി രൂപ 10 ദിവസം കൊണ്ട് ഉണ്ടാക്കി എന്നുള്ള കണക്ക്. അതെ, അത് ആ ഒരു കണക്ക് അങ്ങനെ അതാണ് ഇപ്പൊ പ്രചരിക്കുന്നത്. ഇതിന് മൊണാലിസ മറുപടി നൽകിയിട്ടുണ്ട്. അത് നമുക്കൊരു ഭാഗത്ത് നിൽക്കട്ടെ. ഇങ്ങനെ പ്രചരിപ്പിക്കുന്നവരോട് നമുക്കൊരു കാര്യം ചോദിക്കാം. ഒരു മാലയ്ക്ക് 200 രൂപ വെച്ച് വിറ്റാൽ ഒരു ദിവസം എത്ര മാല വിൽക്കണം? 50 ലക്ഷം മാല വിൽക്കണം ഒരു ദിവസം. ഒരു ദിവസം 10 ലക്ഷം രൂപ കിട്ടണമെങ്കിൽ 10 ദിവസം 10 കോടി. അങ്ങനെ കിട്ടണമെങ്കിൽ 200 രൂപ വെച്ച് ഒരു മാല വിൽക്കണമെങ്കിൽ ആ പെൺകുട്ടി 50 ലക്ഷം മാല ഇവിടെ കൊണ്ടുവരണം. എങ്കിലേ 10 കോടി ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ കഴിയൂ. ഈ 50 ലക്ഷം മാല എന്തിൽ കൊണ്ടുവരും? ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് കയ്യിൽ കുറച്ച് മാലകൾ തൂക്കിയിട്ട് വിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇനി പോട്ടെ, 1000 രൂപയ്ക്കാണ് ഈ പെൺകുട്ടി മാല വിൽക്കുന്നതെങ്കിൽ, ഒരു മാലയുടെ വില 1000 രൂപയാണെങ്കിൽ 10 ലക്ഷം ഒരു ദിവസം. ഈ 1000 മാല എങ്ങനെ കൊണ്ടുവരും? എങ്ങനെയാണ് ഈ പെൺകുട്ടി ഒരു മാലയ്ക്ക് 1000 രൂപ വെച്ച് നടക്കാത്ത കാര്യമാണ്. എങ്കിലും 10,000 രൂപയാണ് ഒരു മാലയ്ക്കെങ്കിൽ 1 ലക്ഷം മാലകൾ കൊണ്ടുവരണം. ഈ 1 ലക്ഷം മാലകൾക്ക് ഏകദേശം 2 ലോറിയെങ്കിലും പിടിച്ചു കൊണ്ടുവരണം. അവിടെ നിന്ന് കുടുംബത്തിനെ മൊത്തവും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലാത്തതാണ് ഈ പെൺകുട്ടി ഒറ്റയ്ക്ക് അവിടെ നിന്ന് വന്നത്. അപ്പൊ പിന്നെ ഈ പറയുന്നതിൽ എന്ത് അടിസ്ഥാനമാണ് ഉള്ളത്? ഉണ്ട്. അപ്പൊ ഈ 10 കോടി ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഈ പണിക്ക് വരുമോ? അതെ, ഇതിനൊക്കെ മൊണാലിസ ചോദിക്കുന്ന വാർത്ത ഇതൊക്കെ തള്ളിക്കളയുകയാണ് മൊണാലിസ പറയുന്നത്, ഇത്രയധികം പണം സമ്പാദിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഈ മാലകൾ വിൽക്കാൻ ഇവിടെ നിൽക്കില്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഇൻഡോറിൽ നിന്ന് കുടുംബത്തോടൊപ്പം രുദ്രാക്ഷമാലയും മുത്തുമാലകളും വിൽക്കാനാണ് മോണി ബോൾസെ പ്രയാഗ്രാജിലെത്തിയത്. എന്നാൽ മൊണാലിസയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായതോടെ കുംഭമേളയ്ക്കെത്തിയ യൂട്യൂബർമാരും ജനങ്ങളും ഈ പെൺകുട്ടിയെ വിടാതെ പിന്തുടർന്നു. ഇതെല്ലാം പെൺകുട്ടിയുടെ സുരക്ഷയ്ക്കും വെല്ലുവിളിയായി. മൊണാലിസ സ്വന്തം നാട്ടിലേക്ക് തിരികെ പോയി എന്ന റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. കുടുംബത്തിന്റെയും തന്റെയും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി തനിക്ക് ഇൻഡോറിലേക്ക് തിരികെ പോകേണ്ടി വന്നുവെന്നും പറ്റിയാൽ അടുത്ത മഹാകുംഭമേളയ്ക്ക് എത്തുമെന്നുമാണ് മൊണാലിസ എക്സിൽ കുറിച്ചത്. മൊണാലിസയുടെ പ്രശസ്തി തങ്ങളുടെ കച്ചവടത്തെ മോശമായി ബാധിച്ചെന്ന് പിതാവും പറഞ്ഞു. പലരും മാലകൾ വാങ്ങുന്നതിന് പകരം മകളോടൊപ്പം ചിത്രങ്ങൾ എടുക്കാനാണ് തിരക്ക് കൂട്ടിയത് എന്നുള്ളതാണ്. അതായത് മൊണാലിസ എന്ന് പറയുന്നത് ഒരു പാവം പെൺകുട്ടിയാണ്. ഇൻഡോറിൽ നിന്ന് കാണാൻ ഒരു പ്രത്യേക സൗന്ദര്യമുള്ള ചാരക്കണ്ണുകളുള്ള ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി. ജീവിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. നാടോടിയായ ഒരു പെൺകുട്ടിയാണ്. വിദ്യാഭ്യാസമില്ല. കയറി കിടക്കാൻ ചിലപ്പോൾ വീടുണ്ടാകില്ല. ഈ ടെൻ്റൊക്കെ അടിച്ചായിരിക്കും ഇവർ കിടക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി ജീവിക്കാനായി, തൻ്റെ കുടുംബം പുലർത്താനായാണ് പ്രയാഗ്രാജിലേക്ക് മഹാകുംഭമേളയിലേക്ക് എത്തുമ്പോൾ ഈ കുംഭമേള കഴിയുന്നത് വരെയുള്ള ജീവിതം, ഈ തൻ്റെ മാലകൾ വിൽക്കുമ്പോൾ കിട്ടുന്ന സമ്പാദ്യം അത് കുടുംബത്തിന് ഉപയോഗിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പെൺകുട്ടി വരുന്നത്. പക്ഷേ കുറച്ചുപേർ അവളെ വൈറലാക്കിയപ്പോൾ അവളുടെ ജീവിതം തന്നെ, അല്ലെങ്കിൽ ഉപജീവന മാർഗം തന്നെ അടഞ്ഞു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ്
യാഥാർത്ഥ്യം എന്ന് അതായത് പറയുന്നത്. ഈ മൊണാലിസയുടെ വീട്ടിൽ വരെ ചെന്നിട്ട് ഈ കുട്ടിയുമായിട്ട് ഫോട്ടോ എടുക്കാൻ വരെ നിരവധി ആളുകൾ രാത്രിയിലടക്കം ചെന്ന് കയറുന്നു. ഇത് ഇവരെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസമൊക്കെ ദേശീയ മാധ്യമത്തിനൊക്കെ ഈ മൊണാലിസ എന്താണ് ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിരുന്നു. ബൈറ്റൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. ദയവ് ചെയ്തിട്ട് എന്നെ ഉപദ്രവിക്കരുത്. അതായത് പീഡനത്തിനടക്കം രാത്രി അടക്കം വീടുകളിലൊക്കെ വന്നിട്ട് പീഡിപ്പിക്കാനടക്കമുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. കാരണം ഇതൊക്കെ ഈ മാതാപിതാക്കൾ, ഈ മൊണാലിസയുടെ മാതാപിതാക്കളൊക്കെ ഇങ്ങനെയൊരു സാഹചര്യങ്ങളൊക്കെ തൻ്റെ കുട്ടിക്ക് നേരെ ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയപ്പാടിലാണ് ഇപ്പോൾ കഴിയുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പം നിലവിൽ മൊണാലിസ ഉള്ളത് ഇൻഡോർ തന്നെയാണ്. അവരിപ്പം കുംഭമേളയിൽ ഇല്ല. കാരണം ഈ 26-ാം തീയതി വരെ നടക്കുന്ന ഈ കുംഭമേളയിൽ അല്പം മാലയൊക്കെ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന മൊണാലിസയ്ക്ക് തിരികെ പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ആളുകളുടെ മുഴുവൻ ശല്യമാണ്. വലിയ വീഡിയോസൊക്കെ നേരത്തെ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവരുടെ മുഖം ഈ മാതാപിതാക്കൾ മുഖം മറച്ചുകൊണ്ടും ഓടി രക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്നത്. കാരണം സെൽഫി എടുക്കാനുള്ള വലിയൊരു ജനക്കൂട്ടമാണ് ഈ പെൺകുട്ടിയുടെ മുമ്പാകെ വരുന്നത് എന്ന് പറയുന്നത്. ഇത് ഇവർക്ക് തരണം ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഇവർക്ക് ഉപജീവന മാർഗം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. എന്നാൽ ഈ സെൽഫി എടുക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു പൈസ കൊടുക്കുകയാണെങ്കിൽ പിന്നെയും പറയാം. അതൊന്നും പറയാതെ ഫ്രീ ആയിട്ട് സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് വരിക, ദേഹത്ത് എന്താണ് സ്പർശിക്കുക തുടങ്ങിയ വല്ലാത്ത രീതിയിലുള്ളൊരു പെരുമാറ്റമാണ് ഈ പൊതുജനത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ മൊണാലിസ നേരിടേണ്ടി എന്ന് പറയുന്നത് തീർത്തും ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. 10 കോടി പോയിട്ട് എത്ര രൂപ അവിടുന്ന് ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ് ഇപ്പോൾ ദുഃഖകരമായിട്ട് ആളുകൾ ചിന്തിക്കുന്നത്. ഈ ആളുകളുടെയൊക്കെ ഉപദ്രവം കാരണമാണ് ഇവരിപ്പോൾ തിരിച്ച് ഇൻഡോറിലേക്ക് ഇപ്പോൾ മൊണാലിസക്ക് പോകേണ്ടി വന്നത്. അപ്പോൾ ഈ 10 കോടി എന്ന് പറയുന്നത് ഇതൊരു തീർത്തും വാസ്തവ വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണെന്ന് മൊണാലിസ തന്നെ ഇപ്പോൾ രംഗത്തെത്തി പറഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, മൊണാലിസ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെയും ചാരസുന്ദരിയും അല്ല. അത് ജീവിക്കാൻ വേണ്ടി പ്രയാഗ്രാജ് പോലുള്ള ഒരു കുംഭമേളയ്ക്ക് വന്ന് ഉപജീവന മാർഗം നടത്താനായി വന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ ആവശ്യമില്ലാതെ പാകിസ്ഥാന്റെ ചാരത്തി, റഷ്യ വിട്ട ചാരത്തി, ഇന്ത്യയെ തകർക്കാനായി വന്ന ആളുകളാണ്. ഇപ്പൊ ധന്യന്റെ ഇപ്പൊ ഈ ഒരു വാർത്ത തന്നെ കാണുന്ന നിരവധി ആളുകളുണ്ട്. അപ്പോൾ ധന്യ ഇപ്പം ബസ്സിലൂടെ പോകുമ്പോഴും അല്ലെങ്കിൽ ചായ കുടിക്കാൻ പോകുമ്പോഴൊക്കെ സെൽഫി എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്ത് ഉപദ്രവമായിരിക്കും. വാർത്ത എടുക്കാൻ വേണ്ടിയിട്ട് ധന്യക്ക് സാധിക്കില്ല. അപ്പോൾ അത്തരം രീതിയിലുള്ള ഒരു മാല വിൽപ്പനക്കാരിക്ക് പോലും ഈ ഒരു ഭയങ്കര വല്ലാത്തൊരു സംഭവം ഉണ്ടാകുമെന്ന് പറയുന്നത് ശരിക്കും ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ്. തീർച്ചയായിട്ടും ജനങ്ങൾ ഇപ്പം കാണാൻ ഭംഗിയുള്ള ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക്, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് കുറച്ച് ഇതൊക്കെ ഉണ്ടാവും, കാണണമെന്നൊക്കെ തോന്നും, സെൽഫി എടുക്കണം എന്നൊക്കെ തോന്നും. അതൊക്കെ കാണാൻ വേണ്ടി മാത്രം ഇത് കാണുന്ന ആളുകളുണ്ട്, അങ്ങനെ ഉണ്ടാവും. ചില വാർത്താവതാരകരെ കാണാൻ വേണ്ടി രാവിലെ വാർത്തയെ കാണാനല്ല, അവരുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി വാർത്തകൾ ശ്രദ്ധിക്കുന്ന ആളുകളുണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. പെൺകുട്ടികളുടെ സൗന്ദര്യത്തെ വാനോളം പുഴ്ത്തുന്നവരും പെൺകുട്ടികളെ സൗന്ദര്യത്തെ ആസ്വദിക്കുന്ന സ്ത്രീകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു സൈഡിൽ തന്നെയാണ്. പക്ഷേ ആരുടെയും ഉപജീവന മാർഗമൊന്നും നശിപ്പിച്ചുകൊണ്ടോ അതിനെ ഇല്ലാതാക്കിക്കൊണ്ടോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനോട് എപ്പോഴും വിയോജിപ്പ് തന്നെയാണ്. ആ പെൺകുട്ടി എങ്ങനെയെങ്കിലും ആ മേളയിൽ വന്നൊന്ന് ജീവിച്ചു പോയതിന് അതിനും കുറേ ആളുകൾ സമ്മതിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.